ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ഭംഗിയുള്ള ലിനൻ കോട്ടൺ സാരീസാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ലിനൻ കോട്ടൺ സാരീസാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ മുന്നേ ഇത് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോഴും നല്ല ഹ്യൂജ് എൻക്വയറിയാണ് വരുന്നത്. ആ ഒരു പേഴ്സ്ലി ഡിസൈനാണ് വരുന്നത്. ഒരു ഹൈഡ് ആൻഡ് സീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ചിലത് ഡിമ്മും ചിലത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വിത്ത് ഇതേപോലത്തെ സിൽവർ സെറി ബോർഡറും വരുന്നുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത് കേട്ടോ. ആ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോർഡറും സിൽവർ സെറി ബോർഡറും വരുന്നുണ്ട്. റേറ്റ് 1139 ആണ്, 1139 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡിഫറെൻറ്റ് ഡിസൈനിലാണ് സാരീസ് വരുന്നത്. ഇത് പല പല ഡിസൈനിലായിട്ടാണ് വന്നത്. ഒരേ ഡിസൈനിൽ ഒരുപാട് പീസ് ഇല്ല കേട്ടോ, ലിമിറ്റഡ് പീസാണ് വന്നിട്ടുള്ളത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. എല്ലാ ഡിസൈനും ഒന്നിനൊന്നിന് ഭംഗിയാണ്. പിന്നെ ലിനൻ കോട്ടണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ അതൊരു സൂപ്പർ ഭംഗിയാണ് കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമുക്ക് എന്നും ഒരു 5 എൻക്വയറിയെങ്കിലും ഈ ഒരു സാരിയുടെ കാര്യത്തിൽ വരാറുണ്ട്. ഇതാ കണ്ടോ, പല്ലു ഇതേപോലെ വരിക. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ലിനൻ കോട്ടൺ സാരീസാണ്. 1139, 1139 ആണ് കേട്ടോ. അടുത്തത് നമ്പർ 3 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഒരു പ്രിൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ളത്. പല പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് വർക്ക് വെയർ ആയിട്ടൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ കാഷ്വൽ വെയർ ആയിട്ട് യൂത്തിൻ്റെ ഇടയിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം. കൂടാതെ എല്ലാ ഏജുകാരുടെയും ഒരു ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. ഇതേപോലെ വരുന്നത്. പിന്നെ ബ്ലാക്ക് സാരീസ് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. ഇതാണ് പല്ലു വിത്ത് ടാസിൽ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. റേറ്റ് വരുന്നത് 1139 ആണ്, 1139. ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. അപ്പോൾ ഞാനിനി ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ലിനൻ കോട്ടൺ സാരീസിനെ പറ്റിയിട്ട് എപ്പോഴും പറയുന്നത് പോലെ അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. ഓരോ മെറ്റീരിയലിനും ഓരോ തരത്തിലുള്ള രീതികളായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ള ഒരു നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ, എന്നിട്ട് എൻക്വയറി ചെയ്യുക. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. വളരെ തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയാണ് വരിക, ഒട്ടും സ്റ്റാർച്ച് ഇല്ല. പിന്നെ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ലിനൻ കോട്ടൺ ഒക്കെ ഡ്രൈ ക്ലീൻ ഓൺലി എന്നാണ് പറയുക. പിന്നെ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് കളർ ഗാർഡൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1139, 1139 ആണ്. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. കണ്ടോ, എല്ലാ പ്രിൻറ്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലത് ഒരേപോലെ തോന്നും, കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഉണ്ടാവും കേട്ടോ. നമ്പർ 5 ആണ്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. പല്ലു ഇതേപോലെ വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല യെല്ലോ, പിങ്ക്, റെഡ് ആ കളറ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അതിന് ആ മാച്ചിങ് ആക്സസറീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ്. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. റേറ്റ് 1139, 1139 ആണ്. അടുത്തത് സാരി നമ്പർ 6 ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതാ കണ്ടോ, ഡിസൈൻ ഇതേപോലെ വരിക. അതിൻ്റെ ബോർഡറും ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു ത്രെഡ് കണ്ടോ, സിൽവർ സെറി ലൈൻ പാറ്റേൺ ഒക്കെ വരുന്നത്. അതേപോലെ ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ത്രെഡ് പുള്ളിങ്ങും ഇംപെർഫെക്ഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഈ സാരീസിൻ്റെ പ്രത്യേകതയാണ്. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്, വിത്ത് ഇതേപോലത്തെ ബോർഡറായിട്ടാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1139 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 7 ആണ്.
ഇങ്ങനെയാണ് വരിക. സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതൊക്കെ മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. ചിലതിന് വൺ സൈഡിൽ ഇതേപോലത്തെ സിൽവർ സെറി ബോർഡർ ആയിരിക്കും, ചിലതിൽ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ ബോർഡർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരും, പ്ലെയിൻ വിത്ത് ബോർഡർ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ഇതിൽ വേറെ കൂടുതലൊന്നും കാണിക്കാനില്ലല്ലോ, അതുകൊണ്ടാണ് വേഗം കാണിച്ചു പോകുന്നത്. ഇതാ ഇതേപോലെ ബോർഡർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബൺലെയറിലിടാനും ഞൊറിഞ്ഞിടാനും ഒക്കെ സൂപ്പറാണ്. പല്ലു ഇതേപോലെ ഉണ്ടാവും. ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഒരേ ഡിസൈനിൽ ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 9 ആണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് ഡിസൈൻ ആണെങ്കിലും കുഴപ്പമില്ല. അത് ഉടുത്ത് വരുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും. അതിലൊരു സിൽവർ സെറി ബോർഡറും കൂടി ആകുമ്പോൾ അതിലും പ്രത്യേകമായിരിക്കും. പല്ലു വരുന്നത് ഇതേപോലെ. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് 1139 ആണ്, 1139 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 10 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് തെളിച്ചുള്ള പ്രിൻസ് ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഡിമ്മായിട്ടും അല്ലാതെയും, ചിലത് ബ്രൈറ്റ് ആയിരിക്കും, ചിലത് ഡിമ്മായിരിക്കും. അങ്ങനെയാണ് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരീസിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിന് എന്തൊക്കെ കുറ്റം കുറവും പറഞ്ഞാലും ഇത് അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സാരിയാണ് കേട്ടോ. അത് ആ ഒരു മെറ്റീരിയലിനോട് എന്തോ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയതാണോ എന്ന് നോക്കി പർച്ചേസ് ചെയ്യുക. ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ. ഇതാ കണ്ടോ, ബ്ലാക്ക് കളറിൽ ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡറാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1139. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് സാരി നമ്പർ 11 ആണ്. കണ്ടോ, ഇത് മെറ്റീരിയൽ കിടക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനത്തെ പ്രിൻ്റാണ് കേട്ടോ. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. പല്ലു വരുന്നത് ഇതേപോലെയാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. റേറ്റ് വരുന്നത് 1139, 1139 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 12 ആണ്. ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ സാരി ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട്. ഇപ്പോൾ കയ്യിലുള്ളത് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയാറുണ്ട് കേട്ടോ. പക്ഷേ പിക്സ് അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ ഫോട്ടോസ് എടുക്കാറില്ല. പിന്നെ ഓരോരുത്തർക്കും അത് അയച്ചു വരുമ്പോൾ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോന്ന് നിങ്ങളെ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. സാരി വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, നല്ല ഡിസൈനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. റേറ്റ് വരുന്നത് 1139. ഇത് 1139 ആണോ 1185 ആണോ എന്നറിയില്ല. ചിലതിൽ അങ്ങനെ ഒരു ടാഗ് കാണുന്നുണ്ട്. എന്തായാലും ഞാൻ 1139 തന്നെയാണ് പറയണത് കേട്ടോ. അടുത്തത് നമ്പർ 13 ആണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോർഡറാണ്. ഇവിടെ മൈക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് ശരിക്ക് കയറ്റി ഇടാൻ പറ്റാത്തത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. നമ്പർ 13 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി എടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതെല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതാണ്. നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ്. റേറ്റ് സെയിം ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 14 ആണ്. ഇതാ കണ്ടോ, ഇതേപോലെ സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ വരും കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെയാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സാരി. നല്ല ഭംഗിയുള്ള ലിനൻ കോട്ടണിൽ വരുന്ന ബ്ലാക്ക് സാരീസാണ്. വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. ഒട്ടും ചൂടടിക്കില്ല. സമ്മറിന് പറ്റിയ സാരീസാണ്. അതേപോലെ വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയതാണ്.
പിന്നെ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും സ്റ്റാർച്ച് ഇല്ലാതെ വളരെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ പറഞ്ഞല്ലോ ഡ്രൈ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പ്രിൻറ്റിലൊക്കെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇഷ്ടമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.